നമ്മൾ മസിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റ് എന്താ വിചാരിക്കാൻ നമ്മളെ പറ്റിയിട്ട് ഇവർ വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ടൊന്നും ഒരാൾ നോക്കും കാണാനില്ല എന്നൊക്കെ. ഇന്നലെ ഞാൻ നമ്മുടെ റിലേറ്റീവ്സിൽ ഒരാളെ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഞാൻ വരാം എന്നാ പറയുന്നത്. ഇതെന്താ സ്കൂളാണ് ഇവിടെ? നമ്മൾ മൊത്തം എല്ലാവരും കൂടി ഒരു പുതിയൊരു പാർക്ക് എന്ന് പറഞ്ഞാൽ അറിയോ? പാർക്ക് അല്ലേ? പത്തക്കാലത്ത് ഫസ്റ്റ് പാത്താണ്, ഒരു വഴിയാണല്ലേ? എങ്ങോട്ടേക്കുള്ള വഴി? എങ്ങോട്ടേക്കുള്ള വഴിയാണ്? ഭാവിയിലേക്ക്. ഗസ്റ്റിന്റെ മുമ്പിൽ വെച്ചിട്ട് പുറത്താക്കല്ലേ കേട്ടോ. പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്, കുടുംബക്കാർ മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങോട്ടേക്കുള്ള വഴിയാണ്? ഭാവിയിലേക്കുള്ള വഴി. ഭാവിയിലേക്കുള്ള വഴി. എന്താണ് ഭാവി? വിജയം. എന്തിനുള്ള വിജയം? എന്റെ വിലകളെ അല്ലേ? ഇത് തുടക്കത്തിൽ പറയട്ടെ, ഇത് കുറച്ച് ആൾക്കാർ സ്റ്റേജിൽ വരെ വന്ന് നിന്നിട്ട് നമ്മളങ്ങനെ നന്നാക്കിയിട്ട് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നവരെ വിജയത്തിലേക്ക് എത്തും, പാത്രം ചെയ്യുന്നതല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞത് മസിലെല്ലാം ഒന്ന് റിലാക്സ് ചെയ്ത് സമാധാനത്തിൽ കേട്ടാ, ഒന്നും ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ ഈ ഇന്നത്തെ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ പാർക്ക് ഓരോ കുട്ടി ഈ വഴിയിൽ ലക്ഷ്യമില്ലാതെ ഇന്ന് വൈകുന്നേരം ഈ ഹോൾ വിട്ട് പുറത്തേക്ക് പോകില്ല. ക്ലിയർ? നിങ്ങൾ എന്തിനും, എനിക്ക് ഇന്നതാണ്, ഒരാൾ വെബ് ഡിസൈനിങ് ആവശ്യം, ഒരാൾ ആർക്കിടെക്ചറാണ്, ഒരാൾ IAS ആണ്. നിങ്ങളുടെ ആഗ്രഹം തുറന്നു പറഞ്ഞ് നിങ്ങളൊരു പാത്തിലേക്ക് ഇട്ട് ആ പാത്തിൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു കുട്ടിയെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താതെ വെറുതെ വിടില്ല എന്നർത്ഥം. ഇതിൻ്റെ ഈ ഇൻസ്പിറേഷൻ്റെ മാസ്റ്ററാണ് നമുക്കിന്ന് ഭാഗ്യവശാലും നമ്മുടെ ട്രെയിനറായിട്ട് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ നിസാറിനോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിലുള്ള നമ്മുടെ പത്തക്കാലം ഫാമിലിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽസിൻ്റെ ഫസ്റ്റ് ലോഞ്ചിങ് ഇന്ന് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ആ ഇവന്റിലേക്ക്